നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊട്ടിച്ചിരിച്ച് ആന്റണി രാജു. ഇലക്ട്രിക് സിറ്റി ബസ് സർവീസുമായി ബന്ധപ്പെട്ട പരാമർശം ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ തിരിച്ചടിയാകുന്നു. പരസ്യമായി തള്ളിപ്പറഞ്ഞ് എം.വി. ഗോവിന്ദൻ. മുൻ മേയർ വി.കെ. പ്രശാന്തിന് പിന്നാലെ കടുപ്പിച്ച് മേയറും 20 എണ്ണം ഉടൻ വാങ്ങും. ഇലക്ട്രിക് ബസ്സിൽ തലസ്ഥാനത്ത് വമ്പൻ പ്ലാനുകളുണ്ട്. ഗതാഗത മന്ത്രിയായി അധികാരമേറ്റ ഉടനെ ദിവസവും ഓരോ പരാമർശവുമായി രംഗത്തെത്തുന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ കനത്ത തിരിച്ചടി. ആന്റണി രാജുവിന്റെ പരിഷ്കരണങ്ങളെ തള്ളിക്കളയുന്നതായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രസ്താവന. ഇലക്ട്രിക് സിറ്റി ബസ് സർവീസ് ബന്ധപ്പെട്ട പരാമർശം ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ തിരിച്ചടിയാകുന്നു. ഇലക്ട്രിക് ബസ് വാങ്ങില്ലെന്നും ഇലക്ട്രിസിറ്റി ബസ് സർവീസ് നഷ്ടമാണെന്നുള്ള ഗണേഷിന്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനമാണ് പൊതുവെ ഉയരുന്നത്. വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്ത് തുടങ്ങിവെച്ച വിമർശനം CPM സംസ്ഥാന സെക്രട്ടറി വരെ ഏറ്റെടുത്തതോടെ മന്ത്രി പ്രതിസന്ധിയിലാണ്. സർക്കാരിനോടോ CPM-നോടോ പോലും ആലോചിക്കാതെയുള്ള മന്ത്രിയുടെ പ്രസ്താവന തുടക്കത്തിലെ കല്ലുകടിയായി മാറിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഗതാഗത മന്ത്രിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയതോടെ വിവാദം മുറുകുകയാണ്. അതിനിടെ തലസ്ഥാന നഗരിയിൽ ഹിറ്റായ ഇലക്ട്രിക് ബസ്സുകൾ ഇനി വാങ്ങില്ലെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിലപാട് തള്ളിക്കളഞ്ഞ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും രംഗത്ത്. തലസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണമെന്നത് ഇടതുപക്ഷ നയമാണെന്നും അത് നടപ്പാക്കാനുള്ള പദ്ധതികളുമായി നഗരസഭ മുൻപോട്ട് പോകുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മേയർ വ്യക്തമാക്കി. ഇലക്ട്രിക് ബസ് വിജയകരമാണെന്നും തലസ്ഥാന ജനത ഇരുകൈ നീട്ടി സ്വീകരിച്ചെന്നും പുതുതായി 20 ബസ്സുകളും 2 ഇലക്ട്രിക് ഡബിൾ ഡെക്കർ വാങ്ങാനുള്ള നടപടികൾ പൂർത്തിയായെന്നും മേയർ വിശദീകരിച്ചു. മേയറുടെ ഫേസ്ബുക്ക് കുറിപ്പ് പൂർണ്ണരൂപത്തിൽ. കാർബൺ ന്യൂട്രൽ നഗരം എന്ന നയപരിപാടിയുടെ ഭാഗമായി നിലവിൽ ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഘാതം നിയന്ത്രിക്കാൻ വിവിധ നടപടികൾ നഗരസഭ നടപ്പാക്കി വരുന്നുണ്ട്. സോളാർ പദ്ധതികൾ, പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം, ഗതാഗതം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാർബൺ ന്യൂട്രൽ നയം നടപ്പാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടമെന്ന നിലയിൽ നഗരസഭ 60 ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ സർവീസിനായി KSRTCക്ക് വാങ്ങി നൽകി. ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ച ഈ സേവനം വിജയകരമായി തുടരുകയാണ്. രണ്ടാം ഘട്ടമെന്ന നിലയിൽ 20 ഇലക്ട്രിക് ബസ്സുകളും നഗരത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിന്റെ ഭാഗമായി 2 ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും പർച്ചേസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടന സജ്ജമായിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയും വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ മുംബൈയും സംയുക്തമായി നടപ്പാക്കുന്ന നെറ്റ് സീറോ കാർബൺ ആൻഡ് റീസൈലന്റ് ബിൽഡിംഗ് എന്ന പദ്ധതി നഗരപരിധിയിലുള്ള പ്രദേശങ്ങളിൽ വിവിധ സ്റ്റേക്ക് ഹോൾഡർമാരെ ഉൾപ്പെടുത്തി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ആഗോള താപനത്തിനെ സ്വാധീനിക്കുന്ന കെട്ടിടങ്ങൾ, ഗതാഗതം, വ്യവസായം, ഊർജ്ജം, കൃഷി, വനം എന്നിങ്ങനെ വിവിധ മേഖലകളുണ്ട്. ഇവയിൽ കെട്ടിട നിർമ്മാണ മേഖലയിലാണ് ഗ്രീൻ ഹൌസ് ഗ്യാസ് ഏറ്റവും കൂടുതലായി പുറപ്പെടുവിക്കുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആയതിനാൽ കെട്ടിട നിർമ്മാണ മേഖലയിൽ ഗ്രീൻ ഹൌസ് ഗ്യാസ് പുറന്തള്ളുന്നത് ഏതൊക്കെ രീതിയിൽ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്നതാണ് നെറ്റ് സീറോ കാർബൺ ആൻഡ് റീസൈലന്റ് ബിൽഡിംഗ് അഥവാ സിറ്റി ആക്ഷൻ പ്ലാൻ വഴി ലക്ഷ്യം വെക്കുന്നത്. ഇത്തരമൊരു പഠനം നടത്തി കർമ്മ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തിരുവനന്തപുരം നഗരസഭ. തലസ്ഥാന നഗരത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണമെന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ്. അത് നടപ്പാക്കാൻ ആവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും പദ്ധതികളുമായി നഗരസഭ ഭരണസമിതി മുന്നോട്ട് പോകും. നമ്മുടെ നഗരത്തെ കാർബൺ ന്യൂട്രൽ ആക്കാനുള്ള പദ്ധതികളെ വിജയിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം.